welcome you all to Kerala School Tuition YouTube channel. So, we will discuss the 8th class basic science. That is the 4th chapter, properties of matter. Properties of matter. Matter and properties and the starting under a picture of the geometry box. There is a glass, well on the tray. Then we have a pencil, we have spectacles, kannadi, we have a balloon. Okay, so in the case, what are the objects you see in the picture? In the case, one geometry box, 2 pencil, 3 spectacles, kannadi. Spectacles and Google and the Varine, but the coding class in our either spectacles and Oranjale, the power lens clear at a Ghana India, the nice spectacles and Oran. Pin a glass full of water. So, glass full of water. Pin the balloon. Pinna geometry box. What are the materials present in each object? So, all object present the material and balloon. Balloon nath endu ulladu kaatanu ulladu. So, balloon nath air aanu ulladu. Pencil nath endu material ulladanu choദിkkune. Pencil ennu parayunnathu lead pencil aanu. So, ivar endu uddeshikkunnu enikku ariyilla. What are the materials present in each object? So, pencil naathulla material ennu parayunnathu state alla avaru choദിchirikkunnu endu material aanu. Lead pencil aanu, adanathu graphite aanullathu. Enna ningal nokkum sare lead pencil alla adanathu lead alla varendathu alla. Lead pencil naathu graphite aanullathu. Graphite and wood ennu vaanengil ningalku ezhudam. Karyam pencil inde outer body ennu parayunnathu wood aanu. പക്ഷേ അതിനകത്തുള്ള ഈ മുനമ്പ് ബ്ലാക്ക് കളറിൽ കാണപ്പെടുന്നത് ഗ്രാഫൈറ്റ് ആണ്. There are many objects of diverse nature around us. All these are made up of different materials. We are familiar with the physical states of materials. So, ഓരോ മെറ്റീരിയൽസിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ പറ്റി നമ്മൾ ഫെമിലിയർ ആണെന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. Which are the different, so here another question comes. Which are the different physical states of materials seen around us? നമുക്ക് ചുറ്റിനും കാണപ്പെടുന്ന മെറ്റീരിയൽസിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫിസിക്കൽ സ്റ്റേറ്റ് നിങ്ങൾക്ക് അറിയില്ലേ? പറ 1, 2, 3. Tell me what are the different physical states? പറ. സോളിഡ് സ്റ്റേറ്റ് ഉള്ള ഒബ്ജക്ട്സ് ഉണ്ട്, പിന്നെ ലിക്വിഡ് സ്റ്റേറ്റ് ഉള്ള ഐറ്റംസ് ഉണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റ് ഉള്ളതുണ്ട്. സോ സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ്. സോ ഫിസിക്കൽ സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് എന്ന് എഴുതണം. ഗ്യാസിന് പകരം ഗേഷ്യസ് എന്ന് എഴുതണം. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്തോ പറയുന്നതിന് ഖരം, ദ്രാവകം, വാതകം. മലയാളം നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന്. ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്ന 3 ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ട്. ചുമ്മാ പറഞ്ഞാൽ കല്ലില്ലേ, കല്ല് കട്ടിയായിട്ടിരിക്കുന്നില്ല, അതാണ് ഖരം. ദ്രാവകം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളം, നമുക്ക് ചുറ്റിനും കാണുന്ന നമ്മളുടെ ഓക്സിജന്, നൈട്രജന്, ഇതെല്ലാമാണ് വാതകമായിട്ടിരിക്കുന്നത്. ക്ലാസിഫൈ ആൻഡ് ടാബുലേറ്റ് ദ മെറ്റീരിയൽസ് ഗിവൺ ഇൻ ദ പിക്ചർ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്. ക്ലാസിഫൈ ആൻഡ് ടാബുലേറ്റ് മെറ്റീരിയൽ ഗിവൺ on the given in the picture on the basis of physical state. Physical state അനുസരിച്ച് പിക്ചറിലുള്ള സാധനങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? സോളിഡ് സ്റ്റേറ്റിൽ ജോമെട്രി ബോക്സ് ഉണ്ടായിരുന്നു, ശരിയല്ലേ? പെൻസിൽ ഉണ്ടായിരുന്നു, സ്പെക്ടക്കിൾസ് ഉണ്ടായിരുന്നു, ഗ്ലാസ് ഉണ്ടായിരുന്നു. ബലൂണിൻ്റെ ഔട്ടർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റാണ്. സോ ഇവിടെ 3 കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് ഇവിടെയും 3 അല്ലേ കൊടുത്തിരിക്കുന്നു. പക്ഷേ അവിടെ 3 കൊടുക്കാൻ വേണ്ടി എന്തോ ഇരിക്കുന്നു? കാര്യം ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളത് ബലൂണിനകത്തുള്ള എയർ മാത്രമല്ലേ. ക്ലാസിഫൈ ആൻഡ്
ടാബുലേറ്റ് ദ മെറ്റീരിയൽസ് ഗിവൺ ഇൻ ദ പിക്ചർ ഓൺ ദ മെറ്റീരിയൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിൽ നമുക്ക് ബലൂൺ എഴുതാം. വേറൊന്നും ഗേഷ്യസ് സ്റ്റേറ്റിൽ ഞാൻ കാണുന്നില്ല. ഇതിനകത്ത് ഗ്ലാസ് വിത്ത് വാട്ടർ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, മെറ്റീരിയൽസ്. അല്ലെങ്കിൽ നിങ്ങൾ വെറും വാട്ടർ എന്ന് എഴുതണം. ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പെൻസിലുണ്ട്, ജോമെട്രി ബോക്സ് ഉണ്ട്, സ്പെക്ടക്കിൾസ് ഉണ്ട്, കണ്ണാടി. ഇതിനകത്ത് ഗ്ലാസ് വിത്ത് വാട്ടർ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇത് ബലൂൺ വിത്ത് എയർ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് താഴെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിരിക്കുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ത്രൂ സം ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസ് ഒന്ന് വായിച്ച് നോക്കുക നിങ്ങൾ. ഒബ്സർവ് ദി ഫിഗർ. താഴെ പറഞ്ഞിരിക്കുന്ന ഫിഗർ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ ഫിഗർ എന്ന്. വാട്ട് ആർ ദ തിങ്സ് റിക്വയർഡ് ടു ഡു ദ എക്സ്പെരിമെൻറ്റ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിനകത്തുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ഒബ്ജക്ട്സ് വേണം, എന്തൊക്കെ തിങ്സ് വേണം? ഒന്ന്, നമുക്കൊരു ബീക്കർ വേണം, അല്ലേ? വാട്ടർ വേണം. ഇതെന്ന് പറയുന്നൊരു സ്റ്റോണാണ്, സ്റ്റോൺ വേണം. ഇതെന്ന് പറയുന്നത് ഒരു ട്വൈനാണ്, അല്ലെങ്കിൽ ഒരു റോപ്പ്, ട്വൈന് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. സോ ഞാൻ അതിനെ ത്രെഡ് എന്ന് പറയുന്നു. സോ ഒരു ത്രെഡിനകത്ത് കല്ല് കെട്ടി താത്തിരിക്കുകയാണ് വെള്ളത്തിനകത്ത്. ബീക്കറുണ്ട്. സോ ബീക്കർ വേണം, വാട്ടർ വേണം, സ്റ്റോൺ വേണം, ത്രെഡ് വേണം. ഹൗ ഡു വി ഡു ദിസ് എക്സ്പെരിമെൻറ്റ്? എങ്ങനെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്ന് ഒന്നുമില്ല. ഒരു ബീക്കർ എടുക്കുക, അതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കുക. വേറൊരു ബീക്കർ എടുക്കുക, സെയിം ലെവലിൽ വെള്ളം എടുത്ത് ഒഴിച്ച് വെക്കുക. എന്നിട്ട് അതിനകത്ത് കല്ല് കെട്ടിത്താക്കുക. അന്നേരം കല്ല് കെട്ടിത്താക്കുമ്പോൾ ആ കല്ലിന് ഈക്വലായിട്ടുള്ള എമൗണ്ട് വോളിയം മേളിൽ പോകും. അതാണ് ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഹൗ ഡു വി ഡു ദിസ് എക്സ്പെരിമെൻറ്റ്? ട്രൈ ടു റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ ആഫ്റ്റർ ഒബ്സർവിങ് ദ ഫിഗർ 4.1. ഫിഗർ നോക്കിയിട്ട് അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്, ഡോണ്ട് വറി. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഹാപ്പൻസ് ടു വാട്ടർ ലെവൽ വെൻ ദ സ്റ്റോൺ ഈസ് ഡിപ്ഡ് ഇൻ വാട്ടർ, വാട്ട് ഈസ് ദ റീസൺ? ഓക്കെ, സോ ട്രൈ ടു റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ ആഫ്റ്റർ ഒബ്സർവിങ് ദ ഫിഗർ. പ്രൊസീജിയർ എന്തോ എഴുതുന്നത്? ഒന്നെന്ന് പറയുന്നത് ടേക്ക് എ ബീക്കർ വിത്ത് ഹാഫ് വാട്ടർ, അല്ലേ? ഹാഫ് വാട്ടർ. പിന്നെന്ത് ചെയ്യുന്നത്? ഈ സ്ട്രിങ്ങിനകത്ത് കെട്ടി കല്ല് താക്കിയല്ലേ ചെയ്യുന്നത്. അത് നിങ്ങളെങ്ങനെ എഴുതുന്നത്? ഇമേഴ്സ് എന്ന് വെച്ചാൽ മുക്കുക. ഇമേഴ്സ് എ സ്റ്റോൺ into it. So procedure നമ്മൾ എഴുതി. എത്രയാണ് പറഞ്ഞിട്ടുള്ളൂ. സോ വാട്ട് ഹാപ്പൻസ് ടു വാട്ടർ ലെവൽ വെൻ ദ സ്റ്റോൺ ഈസ് ഡിപ്ഡ് ഇൻ വാട്ടർ. സോ ഈ സ്റ്റോൺ ഇമേഴ്സ് ചെയ്താൽ, ഡിപ്പ് ചെയ്താൽ, വാട്ടറിനകത്ത് ഡിപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നെന്ന് പറയുന്നത് വാട്ടർ ലെവൽ ഗോസ് ഹൈ. വാട്ടർ ലെവൽ ഹൈറ്റ് കൂടും. വാട്ട് ഈസ് ദ റീസൺ? റീസൺ എന്താണ്? റീസൺ എന്ന് പറയുന്നത് സ്റ്റോൺ ഡിസ്പ്ലേസസ് വാട്ടർ ഈക്വൽ ടു ഇറ്റ്സ് വോളിയം. അതിൻ്റെ വോളിയത്തിന് തുല്യമായ വാട്ടറിനെ ഈ സ്റ്റോൺ ഡിസ്പ്ലേസ് ചെയ്യും. അതാണ് റീസൺ. ഫിൽ 3/4 ഓഫ് എ ട്രഫ് വിത്ത് വാട്ടർ. ട്രഫ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു താഴ്ച, പാത്രം എന്നൊക്കെയാണ് മീനിങ്. സോ ഏതെങ്കിലും ഒരു ട്രഫ്, ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിൻ്റെ 1/4 ഭാഗം വെള്ളം വെച്ച് നിറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കീപ് എ ഡ്രൈ ഗ്ലാസ് ടംബ്ലർ. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? സോ കീപ് എ ഡ്രൈ, ഉണങ്ങിയ ഗ്ലാസ് ടംബ്ലർ. സോ നമ്മൾ ഈ ഗ്ലാസ്സിന് യൂഷ്വലി ഇംഗ്ലീഷിൽ പറയുന്നത് ടംബ്ലർ എന്നാണ് പറയുന്നത്. ടംബ്ലർ. സോ നമ്മൾ ഗ്ലാസ് എന്ന് പറയും. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലാണ് ആക്ച്വലി. സോ ഗ്ലാസ് ടംബ്ലർ പെർപെൻഡിക്കുലർലി. സോ പെർപെൻഡിക്കുലർ നേരെ താഴോട്ട്. പെർപെൻഡിക്കുലർലി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഇൻ ദ ട്രഫ്. സോ
ഒരു ബീക്കർ എടുത്തു. ട്രഫ് എന്ന് വെച്ചാൽ താഴ്ചയെന്നേ ഉള്ളൂ മിനി കേട്ടോ. ഒരു ബീക്കർ എടുത്തു. ബീക്കറിനകത്ത് 1/4 ഭാഗം വെള്ളം എടുത്തു. അതിനകത്ത് ഒരു ഉണങ്ങിയ ടംബ്ലർ എടുത്തിട്ട്, ഗ്ലാസ് ടംബ്ലർ എടുത്തിട്ട് നമ്മൾ വെർട്ടിക്കലായിട്ട് നേരെ താഴോട്ട് താക്കുക. ഓക്കെ, പെർപെൻഡിക്കുലർലി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഇൻ ദ ട്രഫ്. സോ വാട്ട് ഹാപ്പൻസ് ടു വാട്ടർ ലെവൽ ഇൻ ദ ട്രഫ്? സോ ഈ ട്രഫിനെന്ന് വെച്ചാൽ ബീക്കറിനകത്ത് വാട്ടറിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. വാട്ടർ ഹാപ്പൻസ് ടു ദ വാട്ടർ ലെവൽ, വാട്ടറിൻ്റെ ലെവലിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാ? ഡസ് വാട്ടർ എൻ്റർ ദ ടംബ്ലർ? ഈ ടംബ്ലറിനകത്ത് വെള്ളം കയറുമോ? 3. വാട്ട് മെറ്റീരിയൽ ഡസ് ദ ടംബ്ലർ ആൾറെഡി കണ്ടെയ്ൻ? ഈ ടംബ്ലറിനകത്ത് എന്താണ് ആൾറെഡി ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു. ഈസ് ദെയർ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ദിസ് മെറ്റീരിയൽ ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദ വാട്ടർ ലെവൽ? നമ്മൾ ഇവിടെ എഴുതിയത് അവരിതാ ഇവിടെ പറയുന്നു. മനസ്സിലാവുന്നു? അപ്പോൾ ഇവിടെ നിങ്ങൾ വോളിയം എഴുതണമെന്നില്ല. അല്ലെങ്കിൽ ആ വോളിയം എഴുതിയാൽ ചിലപ്പോൾ ഈ പുസ്തകം ഉണ്ടാക്കിയവർ, ബുക്ക് ഉണ്ടാക്കിയവർ, അല്ലെങ്കിൽ ടീച്ചറിന് ചിലപ്പോൾ നിങ്ങളെ ഡൗട്ട് അടിക്കും. നിങ്ങൾ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുവാണ്. അതുകൊണ്ട് നിങ്ങൾ വാട്ട് ഈസ് ദ റീസൺ എന്ന് വെച്ചാൽ ദ സ്റ്റോൺ ഡിസ്പ്ലേസസ് ദ വാട്ടർ. ഓക്കെ, സ്റ്റോൺ ഡിസ്പ്ലേസസ് ദ വാട്ടർ എന്ന് മാത്രം എഴുതിയാൽ മതി, ഇത് എഴുതണ്ട. കാര്യം ഇതെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ അറിയേണ്ട ബുദ്ധിയല്ല, ഇവിടെ വരുമ്പോൾ അറിയേണ്ട ബുദ്ധിയാണിത്. ഓക്കെയാ, സ്റ്റോൺ ഡിസ്പ്ലേസസ് ദി വാട്ടർ, അതാണ് റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ സ്വയം. വാട്ടർ ലെവലിന് എന്ത് സംഭവിക്കുന്നു? ടംബ്ലറിനകത്ത് വെള്ളം കയറുമോ? ടംബ്ലറിനകത്ത് വെള്ളം കയറുന്നില്ല എങ്കിൽ ടംബ്ലറിനകത്ത് ആൾറെഡി എന്തോ ഉണ്ട്, അതെന്താണ്? വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നതും വോളിയം, ഈ മെറ്റീരിയലിൻ്റെ വോളിയം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. നോക്കിയാ ഞാൻ പറയട്ടെ ഇനി. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ ലെവൽ ഇൻ ദ ട്രഫ്? ഈ ബീക്കറിനകത്തുള്ള വാട്ടർ ലെവലിന് എന്ത് പറ്റുന്നു? 1, വാട്ടർ ലെവൽ എന്ത് വരുന്നു? ഫസ്റ്റ് വൺ, വാട്ടർ ലെവൽസ് ഗോസ് ഹൈ. 1. Does water enter into the tumbler? No, it does not. What material does the tumbler already contain? ഇതെന്തോ ഈ പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഒരു ബക്കറ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരു ചരിവ് എടുത്തു, അല്ലെങ്കിൽ ഒരു ബീക്കർ എടുത്തു, അതിനകത്ത് ഇത്രയും വെള്ളം നിറച്ച് വെച്ചു. അത് കഴിഞ്ഞ് നിങ്ങളൊരു ഗ്ലാസ് എടുക്കുന്നു, ഗ്ലാസ് എന്ന് നമ്മൾ പറയുന്ന ടംബ്ലർ എടുക്കുന്നു, ഒരു മഗ് എടുക്കുന്നു. സിമ്പിളായിട്ട് ഈ മഗ് ഇരിക്കുമ്പോൾ അതിനകത്ത് എയർ കാണും. കാര്യം എന്തുവാ? നമ്മുടെ ചുറ്റിനും എയറാണ് ഉള്ളത്. എവിടെ ഒരു എംറ്റി സ്പേസ് കിട്ടുന്നോ അവിടെ എല്ലാം ഈ എയർ കയറിയിരിക്കും. നമ്മൾ എപ്പോൾ ഒരു ടംബ്ലർ എടുത്താലും, ഗ്ലാസ് ടംബ്ലർ എടുത്താലും, മഗ് എടുത്താലും, ബക്കറ്റ് എടുത്താലും അതിനകത്തെല്ലാം എയറുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കല്ല് വാരിയിട്ട് നിറച്ചാലും, ഇതിനകത്ത് നിങ്ങൾ വെള്ളം ഒഴിച്ച് നിറച്ചാലും ഇതിനകത്തുള്ള എയർ കുറേശ്ശെ പുറത്തു പോകും. അതിനനുസരിച്ച് ഈ പുതിയ ഐറ്റം വന്ന് ഇതിൻ്റെ സ്പേസ് ഫില്ല് ചെയ്യും. ഇതാ സംഭവിക്കുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് എടുത്ത് കീഴ്മേൽ പിടിച്ചിരിക്കുക, കുത്തി പിടിച്ചിരിക്കുക. എന്നിട്ട് വളരെ പെർപെൻഡിക്കുലറായിട്ട് പെട്ടെന്ന് ഇത് നിങ്ങളെടുത്ത് വെള്ളത്തിനകത്തോട്ട് മുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് എടുത്ത് വെള്ളത്തിലോട്ട് മുക്കുകയാണ് ചെയ്യുന്നത്. മുക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ്സിനകത്ത് ഇത്രയും എയറുണ്ട്. ഞാനതിനെ തിരിച്ചു പിടിച്ചപ്പോൾ ആ എയർ ഇങ്ങനെ നിൽക്കും അതിനകത്ത്. പെട്ടെന്ന് ഞാൻ കൊണ്ടുവന്ന് വെള്ളത്തിനകത്തോട്ട് ഇടിച്ചിറക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? ഈ ഇതിനകത്തുള്ള എയറിന് പുറത്തു പോകാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നോ? കാര്യം എന്തുവാ? ഇത് ചുറ്റിനും വെള്ളം വന്ന് ഇതങ്ങ് ട്രാപ്ഡായി മാറി. ഓക്കെ, ചുറ്റിനും വെള്ളം വന്നത് ട്രാപ്ഡായി മാറി. ഈ എയറിന് പുറത്ത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ എയർ ഇതിനകത്ത് തന്നെ ഉണ്ട്. സോ വാട്ട് മെറ്റീരിയൽ ഡസ് ദ ടംബ്ലർ ആൾറെഡി കണ്ടെയ്ൻ? സോ ഇതെന്തുവാ? എന്ത് മെറ്റീരിയലാണ് ടംബ്ലറിനകത്ത് ആൾറെഡി ഉള്ളത്? എന്തോ എഴുതും നമ്മൾ? ദി ടംബ്ലർ TUMBLER ടംബ്ലർ കണ്ടെയ്ൻസ്. ഓക്കെ, ദ ടംബ്ലർ കണ്ടെയ്ൻസ് എയർ. ഓക്കെ, ദ ടംബ്ലർ കണ്ടെയ്ൻസ് ദ എയർ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ദ ടംബ്ലർ കണ്ടെയ്ൻസ് എയർ എന്ന് നിങ്ങൾക്ക് എഴുതാം.
അല്ലെങ്കിൽ ദ ടംബ്ലർ കണ്ടെയ്ൻസ് ദ എയർ എറൗണ്ട് അസ്. നമുക്ക് ചുറ്റിനുള്ള എയറാണ് ഈ ഗ്ലാസ് ടംബ്ലറിനകത്തുള്ളത്. ഈസ് ദെയർ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ദിസ് മെറ്റീരിയൽ ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദി വാട്ടർ ലെവൽ. സോ വാട്ടർ ലെവലിനുള്ള ഡിഫറൻസും ഈ വോളിയം തമ്മിൽ ബന്ധമുണ്ടോ? യെസ്. ഈസ് ദെയർ എന്ന് വെച്ചാൽ യെസ് എന്ന് നിങ്ങൾ എഴുതണം. ഡസ്, ഈസ് ഇതൊക്കെ പറഞ്ഞാൽ യെസ് നോ എഴുതണം ആദ്യം. ഈസ് ദെയർ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ഓഫ് ദിസ് മെറ്റീരിയൽ ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദ വാട്ടർ ലെവൽ? യെസ്. The water displaced, that water displaced equal to the volume of air. എയറിൻ്റെ വോളിയത്തിന് തുല്യമായിട്ടുള്ളതാണ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾക്കെല്ലാം എക്സ്പെരിമെൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് സോളിഡ് ഫോമിലുള്ള ഒരു സോളിഡ് എന്ന് പറയുന്ന ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള ഒരു ഐറ്റമാണ് സ്റ്റോൺ, കല്ലെന്ന് പറയുന്നത്. കല്ലെടുത്ത് താഴ്ത്തപ്പം അത്രയും ലെവൽ വെള്ളം കൂടി. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ തിരിച്ചു പിടിച്ച് കുത്തി താഴ്ത്തപ്പോൾ അതിനകത്ത് എയർ ഉണ്ടായിരുന്നു. ഈ എയറിന് ഈക്വലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ സൈസിന് ഈക്വലായിട്ടുള്ള വെള്ളം ഇവിടെ പൊങ്ങിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേജ് തീർന്നു. ഇനി അടുത്തത്. Isn't it clear that air requires space to occupy? തീർച്ചയായിട്ടും എയറിന് ഇരിക്കാൻ സ്ഥലം വേണം, ശരിയല്ലേ? പിന്നെന്തോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്? ഹാങ് 2 balloons filled with air സ്വയം വായിച്ച് നോക്ക്. ഈ എക്സ്പെരിമെൻ്റ് റൈറ്റ് സൈഡിലെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെരിമെൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തോ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്? ഹാങ് 2 balloons filled with air at the 2 ends of 30 cm long metal scale. ഇത് 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു മെറ്റൽ സ്കെയിലാണ്. അതിൻ്റെ രണ്ടറ്റത്ത് ഓരോ ബലൂൺ തൂക്കിയിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ത്രെഡ് സസ്പെൻഡ് ദ സ്കെയിൽ ഇൻ എ ബാലൻസ്ഡ് പൊസിഷൻ. സോ ഇതിൻ്റെ നടുക്ക് പുള്ളിക്കാരൻ ഒരു കയറ് കെട്ടിയിട്ട് കറക്റ്റായിട്ട് ഇത് ബാലൻസ്ഡ് പൊസിഷനിൽ വെച്ചിരിക്കുകയാണ് ഈ ബലൂണുകളെ കെട്ടിയിരിക്കുന്ന ഈ ഒരു സ്കെയിൽ. ദെൻ പിയേഴ്സ് ദ ബലൂൺ വിത്ത് എ നീഡിൽ ഓൺ ദി സെല്ലോ ടേപ്പ്. ഇവിടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നുണ്ടോ? സെല്ലോ ടേപ്പ് ഇല്ല, ടേപ്പ്. ഈ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നിടത്ത് ഒരു കുത്തു കൊടുത്താലാണ് പറഞ്ഞിരിക്കുന്നത്. സൂചി എടുത്തൊരു കുത്തു കൊടുക്കുമ്പോൾ എന്താ പറ്റും? എയർ പുറത്തു പോകും, ശരിയല്ലേ? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇവിടെ എന്തായിരിക്കും നടക്കുന്നത്? ഒരു കമ്പിൻ്റെ രണ്ടറ്റത്ത് 2 ബലൂൺ കിട്ടിയിട്ടുണ്ട്. ബലൂണിനകത്ത് നിറച്ച് എയറുണ്ട്. ഓൾമോസ്റ്റ് സിമിലർ എയറാണ് ഞാൻ നിറയ്ക്കാൻ ശ്രമിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് ഞാനൊരു കയറ് കെട്ടിയിട്ട് ഇതിനെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുക. ഈ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത് ഞാൻ സൂചി കൊണ്ടൊരു കുത്തു കൊടുക്കും. കുത്തുമ്പോൾ ഈ എയർ ഇതിൽ നിന്ന് പുറത്ത് പോകും. ഈ എയർ ഇതിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ എന്തോ പറ്റുന്നത്? എയർ ഇതിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഈ ബലൂൺ ചെറുതാവുന്നു, എയർ പുറത്ത് പോകുന്നു എന്ന് വെച്ചാൽ ഇവിടുത്തെ ഭാരം കുറയും. ദ വെയിറ്റ് ഇൻ ദിസ് എൻഡ് റെഡ്യൂസസ്. സോ ഈ സൈഡിലെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്തോ പറ്റുന്നത്? സ്കെയില് ഈ ബലൂൺ നേരെ താഴോട്ടും ഈ ബലൂൺ നേരെ മേലോട്ടും പോകും. കാര്യം എന്താ? സോ നോർമലി ഒരു സ്കെയിൽ എടുത്തു കഴിഞ്ഞ് നമ്മളിങ്ങനെ പിടിച്ചാൽ തന്നെ വി നോ ദാറ്റ് ഒരു സൈഡിലെ വെയിറ്റ് കുറയുമ്പോൾ മറ്റേ സൈഡ് മേലോട്ട് പോകും നമുക്കറിയാം. സോ സപ്പോസ് ഇവിടെ ഒരു 10 kg, ഇവിടെ ഒരു 10 kg കിട്ടുമെന്ന് വെച്ചോ. ഞാനിവിടെ ഒരു 5 kg കൂടി ഇടുക, 15 kg ആക്കും. അന്നേരം എന്തോ പറ്റുന്നത്? സ്കെയിലിൻ്റെ ഈ സൈഡ് ഗോസ് ഡൗൺ, ഈ സൈഡ് മേലോട്ട് പോകും. ഓപ്പോസിറ്റ് ചെയ്താലോ? ഇവിടെ ഒരു 10 ഉണ്ട്. ഇവിടെ നിന്നൊരു 5 kg ഞാൻ കുറയ്ക്കുമ്പോൾ എന്തോ പറ്റുന്നത്? സെയിം വെയിറ്റ് കുറവാണ്ട് ഇവ നേരെ മേലോട്ട് പോകും, ഇവ നേരെ താഴോട്ട് പോകും. സെയിം തിങ് ഹാപ്പൻസ് ഹിയർ ആൾസോ. സോ റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. യു ക്യാൻ റൈറ്റ് ദ ഒബ്സർവേഷൻ നൗ. What do you infer from this? So what I understood is air has weight. So ഇവിടെ പറഞ്ഞു, isn't it clear air requires space to occupy? ശരിയല്ലേ? എയർ റിക്വയർഡ് സ്പേസ് ടു occupy. അല്ലെങ്കിൽ എനിക്ക് പറയാം എയർ ഹാസ് വോളിയം.
എയർ ഹാസ് വോളിയം. ഇവിടെ പറഞ്ഞിരിക്കുന്ന എയർ പോകുമ്പോൾ ഈ സ്കെയിലിൻ്റെ ഒരു സൈഡ് മേലോട്ടും താഴോട്ടും പോകും. ഓർ ഐ ക്യാൻ സേ എയർ ഹാസ് വെയിറ്റ്. എയറിന് ഭാരം ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. എയർ ഹാസ് വെയിറ്റ്. അപ്പോൾ ആ വെയിറ്റ് ബാലൻസ് ചെയ്യാനാണ് ഇവർ മേലോട്ടും താഴോട്ടും ഒക്കെ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇൻഫറൻസ് നിങ്ങൾ തന്നെ എഴുതുമോ ഇല്ലയോ? വാട്ട് ഡു യു ഇൻഫർ ഫ്രം ദിസ്? എന്തോ നിങ്ങൾ കാണാൻ പോകുന്നത്? ഒന്ന്, ഇവിടെ ടേപ്പ് ഒട്ടിച്ചത് യെല്ലോ, ഇത് ബ്ലൂ ബലൂൺ. യെല്ലോ ബലൂൺ സൈഡ് ഓഫ് ദി സ്കെയിൽ. സോ സ്കെയിലിൻ്റെ യെല്ലോ ബലൂൺ സൈഡ് ഗോസ് അപ്പ്, മേലോട്ട് പോവും. ആൻഡ് ദ അതർ സൈഡ്, ഈ സൈഡിന് വരെ നിങ്ങൾക്ക് എൻഡെന്ന് എഴുതാം കേട്ടോ. ദ യെല്ലോ ബലൂൺ എൻഡ് ഓഫ് ദ സ്കെയിൽ, സൈഡിനേക്കാളും പെർഫെക്റ്റ് എൻഡെന്ന് എഴുതുന്നതാണ്. യെല്ലോ ബലൂൺ എൻഡ് ഓഫ് ദ സ്കെയിൽ ഗോസ് അപ്പ് ആൻഡ് ദ അതർ എൻഡ് ഗോസ് ഡൗൺ. സോ മറ്റേ സൈഡ് താഴോട്ടും പോവും, മറ്റേ എൻഡ് താഴോട്ടും പോവും, ഈ എൻഡ് മേലോട്ടും പോവും. ഫ്രം ദീസ് എക്സ്പെരിമെൻറ്റ് വാട്ട് ഇൻഫറൻസ് ക്യാൻ ബി ഡ്രോൺ അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ മാറ്റർ? സോ മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എഴുതുന്നത്? ഒന്ന്, മാറ്ററിന് വോളിയം ഉണ്ടെന്ന് നിങ്ങൾ എഴുതണം. ദ മാറ്റർ ഹാസ്, എഴുതി തരണം അത് മൊത്തം നിങ്ങൾ എഴുതണം. മാറ്റർ ഹാസ് വോളിയം, അതല്ലേ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലായേ. സെക്കൻഡ് എന്ത് മനസ്സിലായി? മാറ്റർ ഹാസ് വെയിറ്റ്, നമുക്ക് ഭാരം ഉണ്ടെന്നാണ് മനസ്സിലായേക്കുന്നത്. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈസ് സ്പേസ്, സ്പേസ് എന്ന് വെച്ചാൽ വോളിയം ഉണ്ടെന്ന്. ആൻഡ് ഹാസ് മാസ്. സോ മാസ് പ്ലസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈസ് സ്പേസ് ആൻഡ് മാസ്. സോ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. കാര്യം ഇത് നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്കൊരു ഡെഫിനിഷൻ എഴുതാൻ ചോദിക്കും. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ മാസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് വേണം എഴുതാൻ. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഇറ്റ് ഹാസ് മാസ്. ഓക്കെ, സ്പേസും അതായത് വോളിയം ഉള്ളതും മാസും ഉള്ളതുമായ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ എന്തിനേയും പറയുന്നതാണ് മാറ്റർ എന്ന് പറയുന്നത്. We are familiar with the materials in the solids, liquids and the gaseous state. Yes, we are familiar. Which properties of the solids are you familiar with? സോളിഡിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഫെമിലിയർ? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്? ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? വിച്ച് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ആർ ആപ്ലിക്കബിൾ ടു ദ ഗ്യാസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സോളിഡിൻ്റെ പ്രത്യേകത എന്തുവാ? നിങ്ങളൊരു പേന എടുത്ത് ഒരിടത്ത് വെച്ചെന്ന് വെച്ചോ, ഈ പേനയുടെ ഷേപ്പ് എപ്പോഴെങ്കിലും മാറുമോ? ഇല്ല. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ വെള്ളം ഇവിടെ ഒഴിച്ചെന്ന് വെച്ചോ, വെള്ളം ഒഴുകി ഇതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കും. സോ ആദ്യത്തെ ഒരു കാര്യം എനിക്ക് എഴുതാൻ പറ്റും, solids have fixed shape അല്ലേ? ലിക്വിഡോ? ലിക്വിഡ് എനിക്ക് എഴുതാൻ പറ്റും ചേഞ്ചസ് ഷേപ്പ് വിത്ത് ഇറ്റ്സ് വെസൽ. സോ ഇതിനകത്ത് വെസലിനനുസരിച്ച്, അതായത് ഇങ്ങനെയുള്ളൊരു ഗ്ലാസ് എടുത്താൽ അതാണ് അതിൻ്റെ ഷേപ്പ്, ഇങ്ങനെയുള്ളൊരു പാത്രം എടുത്താൽ ഇതാണ് വെള്ളത്തിൻ്റെ ഷേപ്പ്. ഓക്കെ, അതൊന്നല്ലേ? വിച്ച് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ആർ ആപ്ലിക്കബിൾ ടു ദ ഗ്യാസസ്? ഗ്യാസിന് ഫിക്സഡ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. ഗ്യാസിന് ഷേപ്പ് ഉണ്ടോ? ഷേപ്പും ഇല്ല ആക്ച്വലി. ഓക്കെ, വിച്ച് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ആർ ആപ്ലിക്കബിിൾ ടു ദ നൺ? സോ ഇവിടെ നിങ്ങൾ ഒന്നിലധികം പ്രോപ്പർട്ടീസ് എഴുതിയാൽ ഏതെങ്കിലും ഒന്ന് ഇതുമായിട്ടൊക്കെ ലിങ്ക് ആവുമെന്നാണ് പറയുന്നത്. അതാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു ദീസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആർ ഗിവൺ ബിലോ. ഈ ടേബിൾ ഫില്ല് ചെയ്താൽ മതി. ഒന്ന്, മാസ്. സോളിഡിന് മാസുണ്ട്, ലിക്വിഡിന് മാസുണ്ട്, ഗ്യാസിനും മാസുണ്ട്. ഡെഫിനിറ്റ് വോളിയം എന്ന് വെച്ചാൽ വോളിയം ചേഞ്ച് ആവത്തില്ലെന്ന് അർത്ഥം. സോളിഡിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. ലിക്വിഡിനും ഗ്യാസിനോ? ലിക്വിഡിൻ്റെ വോളിയം അങ്ങനെ മാറുമോ? ലിക്വിഡിൻ്റെ വോളിയം
ലിക്വിഡ് സോളിഡ് ആകുമ്പോൾ മാറും, അല്ലാതെ ലിക്വിഡായിട്ടിരിക്കുമ്പോൾ വോളിയം മാറില്ല. അപ്പോൾ ഡെഫിനറ്റ് വോളിയം ഉണ്ട്. ഗ്യാസിന് ഡെഫിനറ്റ് വോളിയം ഇല്ല. പെർമനൻറ്റ് ഷേപ്പ്, സോളിഡിനേ ഉള്ളൂ പെർമനൻറ്റ് ഷേപ്പ്, ഇവമാർക്ക് രണ്ടും പെർമനൻറ്റ് ഷേപ്പ് ഇല്ല. ഓക്കെ, ഇനി അടുത്ത ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ എന്ന് പറഞ്ഞ് അടുത്തതിനകത്തോട്ടാണ് പോകുന്നത്. അതിന് മുമ്പ് ഒരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്, പ്ലാസ്മ. അപ്പോൾ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റ് പറഞ്ഞില്ലേ, അതുകൂടാതെ ഒരു ഫോർത്ത് സ്റ്റേറ്റ് ഉണ്ട്, അതിനെയാണ് ഈ പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ സയൻറ്റിസ്റ്റ് 5th, 6th സ്റ്റേറ്റ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, 5th and 6th സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സോ 5th സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നാണ്. 6th സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. നിങ്ങൾക്ക് ഓർത്തിരിക്കണം. സോ നമുക്ക് ജനറലി മാറ്ററിന് ഡിഫറൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോളിഡ് പറയാം, ലിക്വിഡ് പറയാം, ഗേഷ്യസ് പറയാം, പിന്നെ നമുക്ക് പ്ലാസ്മ പറയാം. 1, 2, 3, 4 പ്ലാസ്മ പറയാം. 5 എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. 6 എന്ന് പറയുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഓക്കെ, സോ ഈ 5ഉം 6ഉം ഒക്കെ സ്റ്റേറ്റ് ലബോറട്ടറി കണ്ടീഷനിൽ മാത്രമേ നമുക്ക് കിട്ടൂ. മാറ്റർ ഈസ് ആൾസോ ഫൗണ്ട് ഇൻ ദ സ്റ്റേറ്റ്സ് അതർ ദാൻ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. 4th സ്റ്റേറ്റിനെ പ്ലാസ്മ എന്ന് പറയുന്നത്. മാറ്റർ ഈസ് ഫൗണ്ട് ഇൻ ദ പ്ലാസ്മ സ്റ്റേറ്റ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ സൺ ആൻഡ് അതർ സ്റ്റാർ. സോ സ്റ്റാറിൻ്റെയും സണ്ണിൻ്റെയൊക്കെ സെൻട്രൽ പാർട്ടിൽ നമുക്ക് പ്ലാസ്മ സ്റ്റേറ്റിലുള്ള മാറ്റർ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പ്ലാസ്മ ഈസ് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇൻ വിച്ച് particles exist in the ionized state at very high temperature. നമുക്കറിയാം സ്റ്റാറിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ ഏതൊരു സ്റ്റാർ ആയാലും സണ്ണായാലും, സണ്ണെന്ന് പറയുന്ന ഒരു സ്റ്റാറാണ്, സൂര്യൻ. സോ സണ്ണിനകത്ത് ഹൈ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഒരുപാട് കൂടി നിൽക്കുമ്പോൾ ഉള്ള മാറ്ററിൻ്റെ സ്റ്റേറ്റാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. സോ ഹൈ ടെമ്പറേച്ചറിൽ കാണിക്കുന്ന പ്ലാസ്മ നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോളിഡിനെ, ഇപ്പോൾ വെള്ളമാണ്, ഐസ്, സോളിഡ്, ഐസ്, അവനെ ഇച്ചിരി ടെമ്പറേച്ചർ ഹീറ്റ് കൊടുത്താൽ അവൻ ലിക്വിഡാവും, വെള്ളം. ഈ വെള്ളത്തിനെ വീണ്ടും ഹീറ്റ് ചെയ്താൽ അത് നീരാവിയായി മാറും, ഗേഷ്യസ് സ്റ്റേറ്റ് ആവും, വേപ്പർ. സോ ഐസ്, വാട്ടർ, വേപ്പർ. പിന്നെ ഹീറ്റ് ചെയ്താൽ വരുന്നതാണ് ഈ പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സബ്സ്ക്രൈബറിൻ്റെ എണ്ണമൊക്കെ കൂട്ടണം. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ, ഷെയർ ദ ചാനൽ. മാക്സിമം നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ എടുത്ത് ഷെയർ ചെയ്യും. സബ്സ്ക്രൈബർ കൂടിയാലേ എനിക്ക് ഒരുപാട് ക്ലാസ് എടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.